ഹലോ, എല്ലാ കൂട്ടുകാർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത ശേഷം കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അയക്കുക. അഡ്രസ്സും കോൺടാക്റ്റ് നമ്പറും കൃത്യമായിട്ട് അയക്കണം. അഡ്രസ്സ് അയക്കുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. അതുപോലെ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ ശ്രമിക്കുക. ട്രാക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് അറിയിക്കുക. മാക്സിമം 2 ദിവസമാണ് കേരളത്തിന് എവിടെയാണെങ്കിലും നമുക്ക് പ്ലാൻസ് കിട്ടാറുള്ളത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ല എങ്കിലൊന്ന് അറിയിക്കുക. അതുപോലെ നമുക്ക് മിക്ക പ്ലാൻസും സ്റ്റോക്ക് അധികം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക. പിന്നീട് വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്ലാൻസ് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നതായി കാണുന്ന പൂക്കൾ തരുന്ന പ്ലാന്റാണ്. തുമ്പർജിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. കഴിഞ്ഞ തവണ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഇതൊരു ക്രീപ്പർ അല്ല, നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക കായാമ്പൂവിൻ്റെ തൈകളാണ്. കായാമ്പൂ അല്ലെങ്കിൽ കാശാവെന്നും പറയാറുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെടിയാണ്. പേര് പോലെ തന്നെ ഇലകൾക്കുള്ള വെളുത്തുള്ളിയുടെ സ്മെല്ല് കൊണ്ട് പാമ്പുകൾ അധികം ഈ ഒരു ചെടിയുള്ള ഭാഗത്തേക്ക് വരാറില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന, നിറയെ കൊലകുത്തി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് റൈറ്റിയ ആണ്, അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ എന്നും പറയും. ഇതാണ് പൂക്കൾ. നീർമുല്ല, വാട്ടർ ജാസ്മിൻ എന്നൊക്കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന നല്ലൊരു പൂച്ചെടിയാണ്. ഇതുപോലെ താഴേക്കാണ് പൂക്കൾ വിടർന്ന് നിൽക്കാറുള്ളത്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തത് വരിക പെഡലാന്തസിൻ്റെ ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിക്ക് നിർത്താൻ കഴിയും. ഒരു വേരിഗേറ്റഡ് ടൈപ്പാണ്. യെല്ലോ കളറും ഗ്രീൻ കളറൂടെ ലീഫിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് പെഡലാന്തസ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 15 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക മെഡിനില്ല പ്ലാന്റ്സ് ആണ്. മെഡിനില്ലയുടെ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ മുന്തിരിക്കുലകൾ പോലെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന പൂക്കളാണ്. ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന പൂക്കളാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. മെഡിനില്ലയുടെ പൂക്കളോട് കൂടിയ തൈകളല്ല, അത്യാവശ്യം വലുപ്പമുള്ള മദർ പ്ലാന്റ്സ് തന്നെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഏത് സൈസ് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പറയണേ. അടുത്തത് വരിക ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഫസ്റ്റ് വെറൈറ്റി ഈ കാണുന്ന നല്ല ഡാർക്ക് യെല്ലോ കളറിൽ ലീഫ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതൊരു മൾട്ടി കളറ് ക്രോട്ടൺ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് റെഡ് കളറും അതുപോലെ യെല്ലോയും ഗ്രീനോടൊക്കെ ചേർന്ന് ലീഫിൽ വരുന്ന ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ഈ കാണുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതൊരു മിനിയേച്ചർ ആപ്പിൾ ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതിനും 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരുപാട് കെയറൊന്നും ആവശ്യമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പിറ്റോണിയ പ്ലാന്റ് ആണ്. നെയർവ് പ്ലാന്റ് എന്നും പറയും. ഇതിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ളത് എക്സോറ വെറൈറ്റീസ് ആണ്. ഫസ്റ്റ് വെറൈറ്റി വരിക ഈ ഒരു സാൻഡൽ കളറ് പൂക്കൾ തരുന്ന എക്സോറ വെറൈറ്റി ആണ്. ഇതാണ് ലീഫൊക്കെ വരിക. നല്ല ഭംഗിയുള്ള കളറാണിത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക.
രണ്ടാമത് വരുന്നത് യെല്ലോ മിനിയേച്ചർ എക്സോറയാണ്. ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരിക ഈ കാണുന്ന നിറയെ പിങ്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ ലീഫാണ് ഇതിന് വരിക. അതുപോലെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു എക്സോറ വെറൈറ്റി. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പിങ്ക് എക്സോറ തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ചെറിയ ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത എക്സോറ വരിക പിങ്ക് ഫ്ലവറിൽ തന്നെ കുറച്ചുകൂടി വലിയ ലീഫിൽ വരുന്ന എക്സോറ പ്ലാന്റ് ആണ്. എക്സോറയുടെ തന്നെ ഒരുപാട് വെറൈറ്റി നമുക്ക് പലതവണ സെയിലിന് വന്നിട്ടുണ്ട്. ഇതാണ് അടുത്ത വെറൈറ്റി വരിക. നല്ല പിങ്ക് കളർ ഫ്ലവറാണ്. ഇതും ഒരു ഡ്വാർഫ് വെറൈറ്റി തന്നെയാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ഈ ഒരു നാരോ ലീഫിൽ വരുന്ന റെഡ് കളർ ഫ്ലവർ തരുന്ന എക്സോറ വെറൈറ്റിയാണ്. സാധാ എക്സോറയെ കഴിഞ്ഞ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫാണ് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നത്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും റെഡ് കളർ ഫ്ലവർ തന്നെ തരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. എക്സോറ മിനി എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ബൊഗൈൻവില്ല പ്ലാന്റ്സ് ആണ്. ബൊഗൈൻവില്ലയുടെ പൂന വൈറ്റ് വെറൈറ്റിയാണിത്. നല്ല വലുപ്പമുള്ള പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പൂന വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 220 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരിക ബൊഗൈൻവില്ലയുടെ ഈ ഒരു പിങ്ക് കളറ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. അധികം മുള്ളുകളില്ലാത്ത ടൈപ്പാണ് ഇത്. നല്ല ഭംഗിയാണ്. അടുക്കടുക്കായിട്ട് പൂക്കൾ തരുന്ന ടൈപ്പാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഭംഗിയാണ് പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് കാണാനായിട്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത ഒരു വെറൈറ്റി വരിക ഇതാണ്. ഇതും പൂക്കളോട് കൂടിയ തൈകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിന് 100 രൂപ തന്നെയാണ് റേറ്റ് വരിക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ്. വിരിയുന്ന സമയത്ത് നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. പിന്നീട് കളറ് മാറി ഒരു പീച്ച് കളറിലേക്ക് മാറും. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതാണ് കളറ് വരിക. പ്ലാന്റ് സൈസ് വരുന്നത് ഇതേ സൈസിലുള്ള പൂക്കളുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് എപ്പീസിയ വെറൈറ്റീസാണ്. ആദ്യത്തേത് എപ്പീസിയ ചോക്കോ വെറൈറ്റിയാണ്. നല്ലൊരു ചോക്ലേറ്റ് കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് റെഡ് കളർ ഫ്ലവറാണ് വിരിയുക. രണ്ടാമത്തേത് വരുന്നത് സിൽവർ ഷീൻ എപ്പീസിയ ആണ്. ഒരു ആഷ് കളറിൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ്. ഇതും ഫ്ലവർ വരിക റെഡ് കളർ ഫ്ലവർ തന്നെയാണ്. അടുത്ത വെറൈറ്റി വരുന്നത് എപ്പീസിയ സൗമിയാണ്. യെല്ലോ കളറ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് കളർ ലീഫോട് കൂടി വരുന്ന എപ്പീസിയ വെറൈറ്റിയാണിത്. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഒരു പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതാണ്. പ്ലാന്റ് ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻസ് എന്ത് തന്നെ ആയാലും അറിയിക്കുക. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.